ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ മഴയൊക്കെ പെയ്തിങ്ങനെ ഒന്ന് മാറി നിൽക്കുമ്പോൾ കടുപ്പത്തിലൊരു ചൂട് ചായ, ഒപ്പം ചൂടുള്ള നല്ല 4 മണി പലഹാരം, അതും കഴിച്ച് മഴയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ നല്ല രസമാണെന്ന് നമ്മൾ പറയാറുണ്ട്. ചായക്കൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പലഹാരം എന്താണ് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കമൻറ്റ് ചെയ്യാം. ഇടുക്കിക്കാരോട് ചോദിച്ചാൽ അവർ പറയും ബോണ്ട. ഹൈറേഞ്ചിലെ തോട്ടം തൊഴിലാളികളുടെ പ്രിയപ്പെട്ട കോമ്പിനേഷനാണ് ബോണ്ടയും ചായയും. തിളച്ച എണ്ണയിൽ ബോണ്ട മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കാം. ഇടുക്കിയിൽ മഴ അല്പം കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ നല്ല തണുപ്പും കാറ്റും ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഈ തണുപ്പത്തും ഈ കാറ്റത്തും ഒക്കെ നമുക്ക് പറ്റുന്നത് നല്ല കടുപ്പത്തിലൊരു ചായ, ഒരു ചെറുകടി. ഇപ്പോൾ ഞാനുള്ളത് ഉടുമ്പൻചോലയിലാണ്. ഈ ഉടുമ്പൻചോലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ചെറുകടികൾ ഉണ്ടാക്കും. കാരണം ഈ തോട്ടം തൊഴിലാളികളുള്ളതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ബോണ്ട എന്ന് പറയുന്നത്. അപ്പം അത്രയും നല്ലൊരു ബോണ്ടയും ഒരു നല്ല ചായയും കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഒപ്പം ഈ ബോണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം. നമസ്കാരം. ഞങ്ങളൊരു ചായയും ബോണ്ടയും കഴിക്കാൻ വന്നതാണ്. ബോണ്ട ആയിട്ടുണ്ടോ? ബോണ്ട ചൂട് ബോണ്ട ഇട്ടോണ്ടിരിക്കുകയല്ലേ? ബോണ്ട ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ തീർന്നു, ഇപ്പോൾ ഉച്ചക്കത്തെ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം എത്ര ബോണ്ട വിറ്റ് പോകും? ഒരു 500-600. അതെന്താ ഈ ബോണ്ട മാത്രം വിറ്റ് പോകാനുള്ള കാരണം? ഈ തോട്ടം മേഖലയല്ലേ ഇവിടെ, അപ്പോൾ തോട്ടത്തിലെ പണിക്കാർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് കുറച്ച് വലിപ്പം കൂട്ടിയിടുന്നത് നമ്മൾ. അപ്പോൾ രാവിലെയും അവരുടെ കുറേ പാഴ്സലുണ്ടാവും തോട്ടത്തിലേക്ക്. പിന്നെ ഉച്ച കഴിഞ്ഞ് പണി കഴിഞ്ഞ് വന്നിട്ട് ഒരു ചായയും കടിയും എല്ലാവർക്കും ഉള്ള. എന്തായിരുന്നാലും ഈ ഹൈറേഞ്ചിലെ തോട്ടം തൊഴിലാളികളുടെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് രാവിലെയും വൈകിട്ടും ഒരു ചായയും കടിയും കഴിക്കുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും ആ മുഴുത്ത ഞാൻ മുമ്പേ പറഞ്ഞ ആ ബോണ്ട നല്ല എണ്ണയ്ക്കകത്ത് ഇപ്പം നല്ല സെറ്റായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ടും കൂടി ഒന്ന് പോവാം. ചേട്ടാ നമസ്കാരം. പേരെങ്ങനെയാ? സണ്ണി. സണ്ണി ചേട്ടനാണ് ഇവിടുത്തെ ബോണ്ട മേക്കർ കേട്ടോ, അല്ലേ? അതെ. ഇപ്പോൾ എത്ര ബോണ്ട ഇട്ടിട്ടുണ്ട്? 45 എണ്ണം. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ? ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? ഇത് മൈദ, പഞ്ചസാര, ലേശം ഉപ്പ്, സോഡാപ്പൊടി, പഴം ഉണ്ടെങ്കിൽ പഴം, പിന്നെ ജീരകം, ഏലക്കായും ജീരകം പൊടിച്ച് കിട്ടും, അതാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ കുറച്ച് ആട്ട ചേർത്ത് കൊടുക്കുക, നല്ല രീതിയിലുള്ള ബോണ്ട ഉണ്ടാക്കിയെടുക്കാം. ആ ഒരു കൂട്ടാണ് കേട്ടോ ഇവിടെ ആളുകളെ ഈ ഇഷ്ടപ്പെടുന്നത്. ഈ ഏലക്കയും ജീരകവും ഒക്കെ ഉള്ളതിൻ്റെ ഒരു ടേസ്റ്റാണ്. എന്തായിരുന്നാലും ഇത് എത്ര നേരം വേണം ഇതൊന്ന് റെഡിയാവാൻ? ഒരു 15-20 മിനിറ്റ്. ഏറെക്കുറെ ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്നുണ്ട്. ഇച്ചിരി കൂടി മൂക്കാനുണ്ട്. ഇച്ചിരി കൂടെ മൂക്കാനുണ്ട്. അപ്പം ഇവ മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ സ്പെഷ്യൽ ചായയും കൂട്ടി ഒരു പിടി മുകളിലേക്ക് പോവാം. ഞങ്ങൾക്ക് 2 സ്ട്രോങ് ചായ, 2 ബോണ്ട. ബോണ്ടയും ചായയും വന്നിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ചായയും ബോണ്ടയും അടിപൊളിയാണ്. ഈ സ്ട്രോങ് ചായയും മാത്രമല്ല, കട്ടൻ ചായയുണ്ട്, കട്ടൻ കാപ്പിയുണ്ട്. അതിനകത്ത് ഏലക്കയൊക്കെ ഇട്ട് ഇങ്ങനെ പിടിപ്പിക്കുന്ന ഒരു പ്രത്യേക രുചിക്കൂട്ട് തന്നെയാണത്. കാരണം മറ്റൊരു രുചിക്കൂട്ടുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.